ശ്രേയസ് അയ്യറിന്റെ വണ്ടർഫുൾ ക്യാച്ച്. ഡക്കൌട്ടിൽ നിന്ന് രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവ് പരസ്പരം മുഖത്ത് നോക്കി എടാ ഇത് എങ്ങനെടാ അവൻ പിടിച്ചത് എന്നുള്ള ആക്ഷനിൽ നിൽക്കുന്നു. ഡക്കൌട്ടിൽ നോക്കി ശ്രേയസ് അയ്യർ പറയുന്നു ഐ ആം ദ മാൻ. എന്താണ് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിലെ ഏറ്റവും രോമാഞ്ചിഫയിങ് മൊമെന്റ് എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒറ്റ വാക്കിൽ ഒരേ സ്വരത്തിൽ പറയും ശ്രേയസ് അയ്യറിന്റെ ക്യാച്ച് ആയിരുന്നു എന്നുള്ളത്. 18ാമത്തെ ഓവറിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് നേരെ എറിയുകയായിരുന്നു മാർക്കോ യാൻസൺ. ആദ്യത്തെ പന്തിൽ തന്നെ ഹാർദിക് പാണ്ഡ്യ സിക്സർ അടിക്കുന്നു. രണ്ടാമത്തെ പന്ത് ഡോട്ട് ബോൾ പോകുന്നു. പെനൾട്ടിമേറ്റ് ഓവർ ആകുന്നത് കൊണ്ട് തന്നെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് റൺസ് സ്കോർ ചെയ്തേ മതിയാവുകയുള്ളൂ. മാർക്കോ യാൻസൺ ഒരു വൈഡ് ഓഫ് ഡെലിവറി എറിയുന്നു. ഹാർദിക് പാണ്ഡ്യ അത് ഫെച്ച് ചെയ്ത് ലോങ് ഓണിലൂടെ ഒരു സിക്സ് അടിക്കാൻ ശ്രമം. മാർക്കോ യാൻസന്റെ തലയ്ക്ക് മുകളിലൂടെ ആ പന്ത് പറന്നുപോയി. എല്ലാവരും കണ്ടു നിന്നവർ ഉറപ്പിച്ചു അത് സിക്സ് ആണെന്നുള്ളത്. എന്നാൽ ശ്രേയസ് അയ്യറുടെ അതിമനോഹരമായ ഫീൽഡിംഗ് എഫേർട്ട്, ആ ക്യാച്ച് കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമത്തിനിടയിൽ ബാലൻസ് തെറ്റിപ്പോകുന്നത് മനസ്സിലായപ്പോൾ, തൻ്റെ സഹകളിക്കാരനായ സേവിയർ ബാർലറ്റ് തൊട്ടടുത്ത് നിൽപ്പുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പന്ത് കൈപ്പിടിയിൽ ഒതുക്കി സേവിയർ ബാർലറ്റിൻ്റെ കൈകളിലേക്ക് ഇട്ടുകൊടുത്തു. സേവിയർ ബാർലറ്റിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ആ പതുക്കെ പൂ പോലെ വരുന്ന പന്ത് കൈപ്പിടിയിൽ ഒതുക്കുക എന്നത് മാത്രമായിരുന്നു ബാർലറ്റിൻ്റെ ലക്ഷ്യം. ബാർലറ്റ് അത് കൃത്യമായി ചെയ്തു. ശ്രേയസ് അയ്യർ ബൗണ്ടറി ലൈനിൽ പുറത്തേക്ക് നിന്ന് വീണും പോയി. ക്യാച്ച് കംപ്ലീറ്റഡ്, നോട്ട് എ സിക്സർ. ഹാർദിക് പാണ്ഡ്യ പുറത്ത്. രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും അന്തം വിട്ടു നോക്കി, ഞെട്ടിപ്പോയി. പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അവർ നിന്ന സ്ഥലം പോലും അവർ മറന്നുപോയി. മുംബൈ ഇന്ത്യൻസ് ഡക്കൌട്ടിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ശ്രേയസ് അയ്യർ ഈ പ്രകടനം കാഴ്ചവെച്ചത്. സ്വാഭാവികമായിട്ടും ഷോ ഇറക്കാനുള്ള എല്ലാ വകയും ആ ക്യാച്ചിലുണ്ടെന്ന് മനസ്സിലാക്കിയ ശ്രേയസ് അയ്യർ മുംബൈ ഡക്കൌട്ടിലേക്ക് തുറിച്ചു നോക്കി. അതിനുശേഷം കാണികളെ ചുറ്റും നോക്കി. എന്നിട്ട് പറഞ്ഞു ഐ ആം ദ മാൻ എന്ന് ആക്ഷൻ കാണിച്ചുകൊണ്ടാണ് ശ്രേയസ് അയ്യർ കളം വിട്ടത്. അതായത് അത് ഗംഭീരമായ മൊമെൻ്റ് ആയിരുന്നു. ഒരുപക്ഷെ പഞ്ചാബ് കളിയിലേക്ക് തിരികെ വന്നൊരു മൊമെൻ്റ് ഏതായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ശ്രേയസ് അയ്യർ തന്നെ പറഞ്ഞത് എൻ്റെ ക്യാച്ച് ആയിരിക്കാം എന്നതായിരുന്നു. അത് വളരെ തമാശയോടുകൂടിയാണ് അദ്ദേഹം പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ പറഞ്ഞത്. പക്ഷേ അത് സത്യമാണ്. ഒരു ഘട്ടത്തിൽ മുംബൈ ഇന്ത്യൻസ് 220 വരെ അടിക്കുമെന്ന് പോകുന്ന ഒരു പോക്കായിരുന്നു മുംബൈയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അവിടെ നിന്നുകൊണ്ട് 196 എന്ന സ്കോറിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പഞ്ചാബിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർദിക് പാണ്ഡ്യയുടെ ആ വിക്കറ്റ് തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം പിന്നീട് ലാസ്റ്റ് ഓവറിലൊക്കെ പാണ്ഡ്യ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ സ്കോർ കുറച്ചുകൂടെ മുന്നോട്ട് പോയേനെ. അത് പക്ഷേ പഞ്ചാബിന് വലിയ തലവേദനയാകുമായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്ര ഗംഭീരമായിട്ടാണ് ആ ഇന്നിങ്സ് പഞ്ചാബ് ചേസ് ഡൗൺ ചെയ്തത്. എന്നാൽ പോലും ശ്രേയസ് അയ്യർ ആസ് എ ക്യാപ്റ്റൻ എത്രയോ മുൻപന്തിയിൽ നിൽക്കുകയാണ്. ശ്രേയസ് അയ്യർ ഒരുപാട് പേർക്ക് മറുപടി പറയുകയാണ് വിത്ത് ദ ബാറ്റ്. കഴിഞ്ഞ ദിവസവും അയ്യർ ആ മറുപടി പറഞ്ഞു 50 അടിച്ചു. 50 അടിച്ചതും ഏറ്റവും ഗംഭീരമായ ഇന്നിങ്സിൽ നിന്നുകൊണ്ടാണ്. അങ്ങനെ ഫീൽഡിങ്ങിലും ക്യാപ്റ്റൻസിയിലും ബാറ്റിങ്ങിലും ഒക്കെ തന്നെ ശ്രേയസ് അയ്യർ പഞ്ചാബ് ടീമിനെ ഏതോ ലെവലിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. 2014 ശേഷം ഫൈനൽ പോലും കാണാതിരുന്ന പഞ്ചാബിനെയാണ് കഴിഞ്ഞ സീസണിൽ ഫൈനലിസ്റ്റ് ആക്കിയത് ശ്രേയസ് അയ്യർ. ഒരുപക്ഷെ കപ്പിനും ചുണ്ടിനും ഇടയിൽ മാത്രമാണ് ബാംഗ്ലൂർ ആ കളി ജയിച്ചത്. ബാംഗ്ലൂർ അവരുടെ ആദ്യത്തെ കപ്പ് എടുത്തുകൊണ്ട് പോയെന്ന് പറയാം. പക്ഷേ പഞ്ചാബ് കിങ്സിൻ്റെ ആരാധകരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ശ്രേയസ് അയ്യറിനെ എത്രമാത്രം നെഞ്ചിലേറ്റി കാണുമെന്നൊന്ന് പറയേണ്ടി വരും. കാരണം ആ മനുഷ്യനാണ് നിങ്ങൾക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയെടുത്ത ആ ഒരു ശ്വാസം തിരിച്ചു തന്നത്. 2026 വരുമ്പോഴും പഞ്ചാബ് കിങ്സ് സെറ്റാണ്. അതായത് അവർ വിശ്വാസം അർപ്പിക്കുന്ന കുറച്ച് അൺക്യാപ്ഡ് ഇന്ത്യൻ താരങ്ങളുണ്ട്. അവരിലാണ് പഞ്ചാബിന് തന്നെ പ്രതീക്ഷ എന്ന് പറയേണ്ടി വരും. തുടക്കത്തിൽ തന്നെ പ്രഭ്സിമ്രൻ സിംഗും പ്രിയൻ ഷാരി എന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് എന്ത് ഗംഭീരമായ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ്. ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ ഇത്രയും സൂപ്പർബായിട്ട് യൂസ് ചെയ്യുന്ന വേറൊരു ടീം ഇത്തവണത്തെ IPL ഇല്ല. അത് പറയേണ്ടി വരുന്നത് പഞ്ചാബ് കിങ്സ് തന്നെയാണ്. മൂന്നാമതായി കൂപ്പർ കൊണോലിയാണ് കഴിഞ്ഞ തവണ അവർ ഇറക്കിയത്. കൂപ്പർ കൊണോലി പഞ്ചാബിന് വേണ്ടി ഗംഭീരമായ ഇന്നിങ്സുകൾ കാഴ്ചവെക്കുന്നതാണ്. ശ്രേയസ് അയ്യർ വരുന്നതിന് ശേഷം നിഹാൽ വധേര ചിലപ്പോൾ വന്നാലായി. പക്ഷേ എന്നാൽ പോലും പഞ്ചാബ് ഗംഭീരമായ ടീമാണ്. അവർ വിശ്വാസം അർപ്പിക്കുന്ന ആ പ്ലെയേഴ്സിൻ്റെ സ്ട്രെങ്ത് ഉണ്ടല്ലോ, അതിലവർ പിടിക്കും. കഴിഞ്ഞ ദിവസം ശശാങ്ക് സിംഗിനെ തന്നെ എടുത്തു നോക്കിയാൽ പോലും ആ ഒരു 3rd വിക്കറ്റ് ബ്രേക്ക് ചെയ്തത് ശശാങ്ക് സിംഗ് ആണ്. ശശാങ്ക് സിംഗിനെ പാർട്ട് ടൈം ബോളിൽ നിന്നും മാറി ശശാങ്കിനെ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് പഞ്ചാബ്. അങ്ങനെ ആ ഒരു ക്യാപ്റ്റൻസിയിൽ വിരിയുന്ന കൃത്യമായ ടാക്ടിക്സ് ആണ് ശ്രേയസ് അയ്യറിൽ നിന്നും പഞ്ചാബ് കിങ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് ക്ലബിന് തന്നെ ഏറ്റവും ഗുണകരമായി മാറുന്ന ഒരു കാഴ്ച. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ഈ ക്യാച്ച് ഇന്റർനാഷണൽ ട്രെൻഡിംഗ് ആണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.